അതിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട്. കണ്ട ഇതേപോലെ. ഞാൻ സ്മിത. അപ്പൊ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? വയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ നല്ല കട്ടിയുള്ള, അതായത് ഹോട്ടലിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന നല്ല കട്ടിയുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു അയിലക്കറിയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെക്കുന്ന കറി അയില മാത്രമല്ല ഏത് മീൻ കൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ കറി വെച്ചെടുക്കാം കേട്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ തീ കത്തിച്ച് ഒരു ചീനച്ചട്ടി ഇത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള അയില എന്ന് പറയുന്നത് ഒരു 1/2 കിലോനേക്കാളും കുറച്ചുകൂടിയും കൂടും. ഏതാണ്ട് ഒരു 3/4 കിലോത്തിന്റെ അടുത്തേക്ക് അത്രയാണ് നമ്മുടെ അയില എടുത്തിട്ടുള്ളത് കേട്ടാ. ചീനച്ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 3 ടീസ്പൂണിന്റെ അടുത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഈ വെളിച്ചെണ്ണയും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ഇതാ ചൂടായിട്ടുണ്ട്. അപ്പൊ നോക്കി ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള നോക്കിയാ ഒരു വലിപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചി ആയിരുന്നു. അത് വെറുതെ ചെറിയ കഷ്ണങ്ങളൊന്നുമല്ല, അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടുണ്ട്. ആ കഷ്ണങ്ങളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ 4 വെളുത്തുള്ളി നടുമുറിച്ചതാട്ടാ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ വെളുത്തുള്ളിയും ഈ ഇഞ്ചിയും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ മൊരിയൊന്നും വേണ്ട, ഒന്ന് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് വെന്ത് കിട്ടുക, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടാ. അതാണ് നമ്മൾ ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ തീ ഓഫ് ചെയ്തു വിട്ട ഞാൻ. ഈ വെളിച്ചെണ്ണയുടെ ചൂടിലാണ് നമ്മളിതാ മുളക് പൊടി 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി. എന്നിട്ട് നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ മുളകിന്റെയും മല്ലിയുടെയും ഒക്കെ ആ ഒരു പച്ച കുത്ത് പോയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടാ, ഒരു 10-15 ഉള്ളികളുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉള്ളി എന്താ പറയാ ഇട്ടിട്ടും നമുക്ക് തീയൊന്നും കത്തിക്കണ്ട. കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 മുറി നാളികേരം ചെരുകി. അപ്പൊ ഈ ഒരു ചൂട് അത്രേ വേണ്ട നമ്മുടെ ഉള്ളിയിലേക്ക് ആയാലും ഈ എന്താ പറയാ നമ്മുടെ നാളികേരത്തിലേക്ക് കേട്ടാ. നമ്മൾ തീ കത്തിച്ചിട്ടില്ല, തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളി നാളികേരം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതായത് ചൂട് നമ്മുടെ ആ ചീനച്ചട്ടിയുടെ ആ ചൂട് അത്രേ വേണ്ട. ആ ചൂട്ടിലാണ് നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ആക്കിയെടുക്കണേ കേട്ടാ. ഉള്ളി വെളുത്തുള്ളി അല്ല, ഉള്ളി നാളികേരം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞ് നമുക്ക് നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അടിച്ചെടുക്കാം കേട്ടാ. നോക്കി നമ്മുടെ നാളികേരം ഉള്ളിയൊക്കെയും നന്നായി ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പാത്രത്തിലിട്ട് ഞാൻ അടിച്ചെടുത്തിട്ട് വരട്ടെ കേട്ടാ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തന്നെയാട്ടോ നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. നോക്കിയ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് നമ്മളിത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് നമ്മുടെ ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചട്ടി ചൂടായിട്ടാ. അപ്പൊ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കേട്ടാ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് നോക്കിയാൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവാട്ടാ. ഉലുവയുടെ കളറും ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ. ഉലുവ ഇട്ട് ഉലുവയുടെ കളറും മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നോക്കിയാൽ 2 പച്ചമുളക് ഇട്ടാ നടു ചീന്തിയിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിത് 2 കതിര് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടാ. പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ചെറുതായിട്ട് പച്ചമുളകിന്റെ കളർ മാറി തുടങ്ങി. ആ സമയത്ത് നോക്കി നമ്മൾ 4 ചീന്ത് കുടപ്പുളി ഇട്ടാ. ഈ കുടപ്പുളി നമുക്ക് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കുടപ്പുളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി വന്നപ്പോൾ 2 തക്കാളി നോക്കി ചെറുതായിട്ട് നുറുക്കിയതാണ്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടാ. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഈ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ആവശ്യമുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇതിലേക്ക് ഇടുന്ന പൊടി എന്ന് പറയുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഇത് ഇടുന്നത്. ഇതിന് പ്രത്യേകിച്ച് എരിവൊന്നും കൂടുതലൊന്നും ആവില്ല. അപ്പൊ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് മഞ്ഞപ്പൊടി ഇട്ടാ. മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുക്കാം. വെറുതെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഒപ്പം തന്നെ നമ്മുടെ അടിച്ചു കൊണ്ടുവന്ന നമ്മുടെ നാളികേരം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം.
അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിത് കഴുകിയെടുക്കാം കേട്ടാ. ഇനി ഇതിലേക്ക് നമ്മളിതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ തീ കൂട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് നോക്കിയേ, ഈ ഒരു അളവിലാണ് നമ്മളിപ്പോ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാനിതാ ഏതാണ്ട് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് മൂടി വെക്കാം. ഈ ചാറൊന്ന് തിളച്ച് വരട്ടെട്ടാ. നമുക്കുണ്ടല്ലോ ഇതാ ചാറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടാ. ഇനി മീന് ഇട്ടതിന് ശേഷം നമുക്കിതാ ഒന്ന് പതുക്കെ എല്ലായിടത്തേക്ക് ചാറിൽ ഇങ്ങനെ മുങ്ങി കിടക്കാവുന്ന രീതിയിലാണ് നോക്കിയത് ഇപ്പൊ നമ്മുടെ മീൻ കഷ്ണം എടുക്കണേ കേട്ടാ. ഇങ്ങനെ തന്നെ നമുക്ക് നന്നായിട്ട് ചാറിലേക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ട് കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതാ മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ ഒന്ന് മൂടിയൊക്കെ തുറക്കുന്ന ഇതാ കണ്ട നന്നായി തിളച്ച് നമ്മുടെ മീൻ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടാ. ഇനി ഇങ്ങനെ ചുറ്റി കൊടുക്കാൻ അറിയില്ലെങ്കിൽ നമ്മളിതാ കയ്യിലുകൊണ്ട് പതുക്കെ മീൻ ഉടയാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു അരി മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയാൽ മതി കേട്ടാ. ഇനി ഒരു മീഡിയം തീയില് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ തുറന്ന് വെക്കുക. അപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇപ്പൊ നോക്കിയാൽ നമ്മള് തീ കുറവില് വെച്ചിട്ട് നോക്കിയാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മളുണ്ടല്ലോ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടാ. ഇനിയിപ്പോ ഈ മീൻകറി ശരിക്കും ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ തന്നെ മൂടി വെക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിയണം. എന്നിട്ട് എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ആ മീൻകറിയുടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടാ. ഈ ചട്ടിയിലൊക്കെ ഇരുന്ന് ഒന്നും കൂടി ഇങ്ങനെ ചാറൊക്കെ ഒന്നും കൂടി കുറുകി വരും. നല്ല രസമായിരിക്കും. ഇനി ഞാനുണ്ടല്ലോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായറ്റിനെ വിളിച്ചിട്ട് വരട്ടെ കേട്ടാ. കാലത്ത് വെച്ച ചക്ക കൂട്ടാൻ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഞാൻ എടുത്തുട്ടാ. ഒന്ന് നോക്കിയാ നമ്മുടെ ചാറ് കണ്ട ഇതേപോലെ ആയിരിക്കും. നല്ല കുറുകിയിരിക്കൂട്ടാ. ചൂടാറി വരുന്തോറും ഒന്നും കൂടി കുറുകും. ഓ കാണുമ്പോഴുള്ള രസം നോക്കിയേ. അടിപൊളി കറിയാ. ചക്കൂട്ടാനും പിന്നെ പറയേണ്ട കാര്യമില്ല. ചക്ക കൂട്ടാനും മീൻ ചാറും നല്ല കോമ്പിനേഷൻ ആട്ടാ. ഭയങ്കര രസാ. കൊടപ്പുളിയൊക്കെ നല്ല സ്മെല്ലല്ലേ. ഞാനത് പറയാൻ മറന്നു. നമ്മള് മീൻ ഇടുന്നേക്കാളും മുന്നേ തന്നെ ആ ചാറ് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല മണായിരിക്കും. അടിപൊളിയാ. അപ്പൊ എല്ലാവരും ഈ കറി ഒന്ന് വെച്ച് നോക്കിയോളൂട്ടാ. അത്ര രസാ. എടുത്തല്ലോ അപ്പൊ അടുത്ത ദിവസം അടുത്ത